ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എന്താണ് കാർമിക് റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എനിക്ക് വാട്സപ്പിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും തന്നെ വരുന്ന ഒരു ചോദ്യമാണ് കാർമിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ പോകുന്നത്. മുൻപ് ഞാൻ പറഞ്ഞിരുന്നു, എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ ജന്മത്ത് അല്ലെങ്കിൽ ഈ ഒരേ ഒരു ജന്മം എടുത്ത് വന്ന വ്യക്തിയല്ല. ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഇതിനെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ് മെനി മാസ്റ്റേഴ്സ് മെനി ലിങ്സ്, അതോടൊപ്പം തന്നെ ഓട്ടോബയോഗ്രഫി യോഗി എന്ന് പറയുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ വായിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ജന്മത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ സോൾസും നമ്മളെ കഴിഞ്ഞ ജന്മമായിട്ട് എന്തെങ്കിലും രീതിയിൽ കണക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ അത് നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ അത് മോശം റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യും, ആ കാർമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് നൽകേണ്ട നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തികളിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ നമ്മൾ സഞ്ചിത കർമ്മം, ആഗാമകർമ്മം, അതോടൊപ്പം തന്നെ പ്രാരാബ്ധം എന്ന് പറയുന്ന കർമാസ് ഉണ്ട്. അതിനെക്കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്യാം. നമ്മളിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മളെ പങ്കാളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പങ്കാളിയുമായിട്ടുള്ള ഒരു മോശപ്പെട്ട റിലേഷൻഷിപ്പിൽ നിന്നാണ് കാർമിക് റിലേഷൻഷിപ്പ് ഉടലെടുക്കുന്നത്. അത് നമ്മളെ ലോവർ ചക്രാസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട 7 ചക്രങ്ങളിൽ നിന്ന് നമ്മൾ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അല്ലേ. ഇതിലെ ലോവർ ചക്ര എന്ന് പറയുന്നത് മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, അതോടൊപ്പം തന്നെ മണിപൂരി ചക്രം എന്ന് പറഞ്ഞ 3 ചക്രാസാണ് നമ്മളെ ഈ കാർമിക് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇതെല്ലാം തന്നെ അടിസ്ഥാനപരമായി, അതായത് ഒരു മൃഗവാസന എന്ന് വേണേൽ പറയാം. അതായത് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ മൃഗങ്ങൾക്കുള്ള ചോദനകളാണ് ഇത്. എന്നാൽ ഹയർ ചക്രാസ് എന്ന് പറഞ്ഞ് സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ് വരുന്നത്. അന്നേരം ഇവിടെ പറയാൻ പോകുന്ന കാർമിക് റിലേഷൻഷിപ്പ് എന്താണ്? ലോവർ ചക്രാസുമായിട്ടുള്ള കണക്ഷനാണ്. അന്നേരം അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു വ്യക്തിയുടെ ലോവർ ചക്രാസാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടത് ഫുഡ്, സെക്സ്, സ്ലീപ്പ് എന്ന് പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻസ് വരില്ല, മറിച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. ആ വ്യക്തിയെ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾക്കൊരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരില്ല. എപ്പോഴും സെക്സ്വൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എപ്പോഴും അടിപിടി കൂടുക കാര്യങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയെ സ്നേഹിക്കാൻ സാധിക്കില്ല. എന്നാലാവട്ടെ ആ വ്യക്തിയെ വിട്ടുകളയാൻ തോന്നില്ല. ഒരു എന്താ പറയുക, ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങൾ കടന്നു പോകുക. അന്നേരം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാർമിക് റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ നിങ്ങളെ തന്നെ ഹീൽ ചെയ്ത് വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ മെഡിറ്റേഷൻ, അതോടൊപ്പം തന്നെ സാധനാസ്, സെൽഫ് ലവ്, ഫോർഗിവ്നെസ്, ഈ കാര്യങ്ങളിലൂടെ കടന്നു പോയി വരുന്നതനുസരിച്ച് നമ്മുടെ കാർമിക് റിലേഷൻഷിപ്പ് തന്നെ നമുക്ക് ചിലപ്പോൾ ഹീൽ ചെയ്ത് ആ വ്യക്തിയെ മാറ്റിയേക്കാം. അതിൻ്റെ ഇഷ്ടം പോലെ സ്റ്റോറീസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർമിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ല, നിങ്ങൾ ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ടുള്ള ബന്ധം പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റാൻ പറ്റുന്ന ബന്ധങ്ങളാണ്. അതായത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഒരിക്കൽ നിങ്ങളെ പരിഗണിക്കുകയോ നിങ്ങളെ സ്നേഹിക്കുകയോ ചെയ്യില്ലെങ്കിൽ ആ ബന്ധം മുറിച്ചു മാറ്റുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇവിടെ ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്, കാരണം ഞാൻ കണ്ടെടുത്തോളം ഈ ഒരു എപ്പോഴും ഫിസിക്കൽ അബ്യൂസ് വരിക, ഒരു സ്നേഹം ഒന്നുമില്ലെങ്കിൽ പിന്നെ ആ ബന്ധം കൊണ്ട് എന്താണ് കാര്യം? പിന്നെ അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ പങ്കാളി എന്ന് പറയുന്നത് ചിലപ്പോൾ ഭാര്യ ആയിരിക്കാം, ഭർത്താവായിരിക്കാം. എന്നാൽ നമ്മൾ ആ റിലേഷൻഷിപ്പ് നമ്മൾ മുറിച്ച് മാറ്റുന്നതിന് മുന്നേ കുറേ കാര്യങ്ങളുണ്ടാവും. മക്കളുണ്ടാവും, നമ്മളെ കുടുംബക്കാരുണ്ടാവും. ഇവരെല്ലാം തന്നെ വേദനിപ്പിക്കേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് സെൽഫ് ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇത് മാറ്റാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുക, നമുക്ക് കിട്ടിയ വേദനകളെല്ലാം തന്നെ നമ്മൾ ഫോർഗീവ് ചെയ്യുക. ഫോർഗീവ്നെസ് കറക്റ്റായിട്ട് പറയുന്നെങ്കിൽ ഒരു ഹീലിംഗ് ആണ്. അങ്ങനെ ഹീൽ ചെയ്ത് വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളുടെ വേദന വരുന്നതിനുള്ള ഒരു കാരണം എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കിയേക്കാം. അതിനെ ഹീൽ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് കാർമിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കാർമിക് റിലേഷൻഷിപ്പായ വ്യക്തിയെ നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. സെൽഫ് ഹീലിംഗ് ആണ് മറ്റൊരു വ്യക്തിയെ ഹീൽ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എല്ലാം തന്നെ അറ്റൻഡ് ചെയ്ത പല വ്യക്തികളുടെ ലൈഫിനും ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ മാറ്റേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ വ്യക്തികളുടെ ലൈഫിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.